കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് വിത്ത് ടാലി എന്ന സബ്ജക്റ്റിലെ ഏതാനും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് എയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് ആൻസറുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടാലി വാൾട്ട്? ടാലി വാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാലി വാൾട്ട് ഈസ് എ ഫീച്ചർ ഇൻ ടാലി ERP9 that provide enhanced security for your company data. ടാലി ERP9 അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ടാലി വാൾട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ കമ്പനി ഡാറ്റയ്ക്ക് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെക്യൂർ വാൾട്ട് വിത്തിൻ ടാലി വെർ യു ക്യാൻ സ്റ്റോർ ആൻഡ് പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് ആസ് പാസ്വേഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആൻഡ് അതർ കോൺഫിഡൻഷ്യൽ ഡാറ്റ. ടാലി വാൾട്ട് എന്ന് പറഞ്ഞ ഈ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് പാസ്വേഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, കോൺഫിഡൻഷ്യൽ ഡാറ്റാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ടാലി വാൾട്ട് എൻക്രിപ്റ്റ് ദി ഡാറ്റ സ്റ്റോർഡ് വിത്തിൻ ഇറ്റ്. അപ്പോൾ ഈ ടാലി വാൾട്ട് അതിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അത് എന്ത് ഉറപ്പുവരുത്തും? ഇറ്റ് എൻഷുറിംഗ് ദാറ്റ് അൺഓതറൈസ്ഡ് യൂസേഴ്സ് കനോട്ട് ആക്സസ് ഓർ വ്യൂ ദി ഇൻഫർമേഷൻ വിത്തൗട്ട് ദി നെസസറി ഓതറൈസേഷൻ. അതായത് ഈ നമ്മുടെ ഓതറൈസ്ഡ് യൂസേഴ്സ് അല്ലാത്ത ആളുകളിൽ നിന്നും ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യുവാൻ ടാലി വാൾട്ട് സഹായിക്കും എന്നുള്ളതാണ്. അടുത്തത്, വാട്ട് ഈസ് സീറോ വാല്യൂഡ് എൻട്രീസ്? സീറോ വാല്യൂഡ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ വാല്യൂഡ് എൻട്രീസ് ആർ യൂസ്ഡ് വെൻ യു വാണ്ട് ടു പാസ് ദ എൻട്രി വിത്തൗട്ട് എനി എമൗണ്ട്, as you do not know the exact amount you will have to pay. For example, you can make an entry of issue with the required quantity details, but the enter the value is zero. അതായത് സീറോ വാല്യൂഡ് എൻട്രീസ് എന്ന് പറയുന്നത് നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്യാതെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് സീറോ വാല്യൂഡ് എൻട്രീസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എത്രയാണ് എക്സാക്ട് എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻട്രിയാണ് ഈ സീറോ വാല്യൂഡ് എൻട്രീസ്. വിച്ച് മീൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ട്രാൻസാക്ഷൻ വാല്യൂ എൻ്റർ ചെയ്യുന്നില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ടു ഡിലീറ്റ് എ വൗച്ചർ എൻട്രി? ഒരു വൗച്ചർ എൻട്രി എങ്ങനെയാണ് ടാലിയിൽ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഒന്ന്, ഓപ്പൺ ടാലി ERP9 സോഫ്റ്റ്വെയർ ആൻഡ് ലോഗ് ഇൻ ടു യുവർ കമ്പനി അക്കൗണ്ട്. ടാലി ഓപ്പൺ ചെയ്യുക, നമ്മുടെ കമ്പനി സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗോ ടു ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, നാവിഗേറ്റ് ദി അപ്രോപ്രിയേറ്റ് വൗച്ചർ ടൈപ്പ് ദാറ്റ് കണ്ടെയ്ൻ ദ എൻട്രി യു വാണ്ട് ടു ഡിലീറ്റ്. നമുക്ക് ഏത് വൗച്ചറാണ് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അപ്രോപ്രിയേറ്റ് വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പേയ്മെന്റ് വൗച്ചർ ആണ്, പേയ്മെന്റ് വൗച്ചർ സെലക്ട് ചെയ്യുക. സെയിൽസ് വൗച്ചർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ലൊക്കേറ്റ് ദി വൗച്ചർ എൻട്രി യു വിഷ് ടു ഡിലീറ്റ്. നമ്മൾ ഏതാണോ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ലൊക്കേറ്റ് ചെയ്യുക. സെലക്ട് ദി വൗച്ചർ എൻട്രി ബൈ ഹൈലൈറ്റിംഗ് ഇറ്റ്. വൗച്ചർ എൻട്രി സെലക്ട് ചെയ്യുക. ദെൻ പ്രസ് ആൾട്ട് ഡി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും, കീബോർഡ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് ഡിലീറ്റ് ആയിട്ട് മാറും. ഓക്കെ, ദിസ് ആക്ഷൻ വിൽ പ്രോംപ്റ്റ് എ കൺഫർമേഷൻ മെസ്സേജ് ആസ്കിങ് ഇഫ് യു വാണ്ട് ടു ഡിലീറ്റ് ദി വൗച്ചർ. അപ്പോൾ ആൾട്ട് ഡി അടിക്കുന്ന സമയത്ത് വരുന്ന കൺഫർമേഷൻ മെസ്സേജ് വരും, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, ഡിലീറ്റ് ആവും. ഓക്കെ, ഇനി ഹൗ ക്യാൻ യു ഡിസ്പ്ലേ ദ സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട്? ഒരു സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക ടാലിയിലെ? ഗേറ്റ്വേ ഓഫ് ടാലി, സെലക്ട് ഡിസ്പ്ലേ ഫ്രം ദി മെയിൻ മെനുവിന് ഡിസ്പ്ലേ എടുക്കുക. അണ്ടർ ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യുക, ഇൻവെന്ററി ബുക്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ചൂസ് സ്റ്റോക്ക് സമ്മറി എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഇൻവെന്ററി റിപ്പോർട്ടിൽ സ്റ്റോക്ക് സമ്മറി എന്ന് കാണും, അത് സെലക്ട് ചെയ്യുക. The stock summary report will be displayed showing details such as stock item, quantity on hand, right amount and more. You can customize the report by using shortcut keys like F2, F4, F5 and more to view specific information. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സമ്മറി എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കാണാനൊക്കെ പറ്റും. ഓക്കെ, നമുക്ക് പീരീഡ്സ് വെച്ചിട്ട് കാണാം, അക്കൗണ്ടിങ് വൗച്ചർ വെച്ച് കാണാം, സ്റ്റോക്ക് വൗച്ചർ വെച്ചിട്ട് കാണാം. അപ്പോൾ ഏത് രീതിയിലാണോ കാണേണ്ടത് നമുക്ക് സമ്മറി റിപ്പോർട്ട് വേണ്ടത് ആ രീതിയിൽ നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ സ്റ്റോക്ക് ഗ്രൂപ്പ്. സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? In Tally, the stock group is used to help in the classification of stock item according to their behavior. അപ്പോൾ ടാലിയിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്തിനാണ്? സ്റ്റോക്ക് ഐറ്റത്തിനെ അതിൻ്റെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ദി സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. In Tally, the grouping of stock enable us to identify and report in a statement as per stock wise. Under stock group, the stock can be grouped according to their product type, characteristics and brand, etc. ഇനി എക്സ്പ്ലെയിൻ IGST. IGST എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ ടാക്സിൽ പഠിച്ചിട്ടുള്ള അതേ സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. IGSTയുടെ ഫുൾ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. വുഡ് മീൻ ദി ടാക്സ് levied under IGST Act on the supply of any goods and service in the course of interstate trade or commerce.
Integrated GST shall also apply to import of goods and service into India. The basic ideology stipulates that any supply of goods or service in the course of import of goods or service into Indian territory shall be deemed to supply involving interstate trade or commerce and hence liable to IGST. അപ്പോൾ IGST എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി ടാക്സ് പഠിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് IGST? IGST ഇന്റർ സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റുകൾ, അതായത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റിലും അത് ഉപയോഗിക്കുന്നത് വേറൊരു സ്റ്റേറ്റിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന GST ആണ് IGST എന്ന് പറയുന്നത്. ഇത് അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് തന്നെയാണ് IGST തന്നെയാണ്. ഓക്കെ. ഇനി വാട്ട് ഈസ് ഓവർഡ്യൂ റിസീവബിൾ? ഓവർഡ്യൂ റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർഡ്യൂ റിസീവബിൾ മീൻസ് എന്താണ്? ഓവർഡ്യൂ റിസീവബിൾ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് മണി that contain money that a company is owed by its customer or client but has not been paid by the due date. In other words, it represents outstanding invoice or payment that have not been settled within agreed upon credit terms. നമ്മുടെ ക്രെഡിറ്റ് ടേംസിൽ പറയുന്ന ആ സമയത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യാത്ത എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിമിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഓവർ ഡ്യൂ റിസീവബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഡിസ്പ്ലേ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ടാലിയിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക? ഗേറ്റ്വേ ഓഫ് ടാലി, ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്സ്, ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ദി റിക്കോർഡ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് പ്രസ് എൻ്റർ ദി റിക്വയർഡ് മന്ത് or press F2 function button on the keyboard and specify the required period from which date you want to reconcile your bank account. അപ്പോൾ ഗേറ്റ് ഓഫ് ടാലി പോവുക, ഡിസ്പ്ലേയിൽ ക്യാഷ് ബുക്ക് ഓർ ബാങ്ക് ബുക്ക് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഏത് പീരീഡിലേക്കാണ് റീകൺസിലേഷൻ വേണ്ടത് അത് നമ്മൾ F2 ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിക്വയർഡ് മന്ത് സെലക്ട് ചെയ്യുക. ഓക്കെ. നോ പ്രസ് F5, the short key for bank reconciliation in Tally. ERP9 function key from the keyboard and bank reconciliation statement screen will open. Enter the date of clearing from the bank statement into bank date column next to voucher type column to reconcile statement and finally press yes to accept. Save the reconcile statement prepared. What is account invoice? Account invoice എന്ന് പറഞ്ഞാൽ എന്താണ്? Tally ERP account invoice mode display the list of ledger account which can be invoiced as required. This is unlike item invoice where Tally ERP9 display the list of stock items. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ? ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദി ആക്ച്വൽ സ്റ്റോക്ക് വിച്ച് ഈസ് വെരിഫൈഡ് ഓർ കൗണ്ടഡ്. അതായത് നമ്മൾ എന്താണ് ആക്ച്വൽ സ്റ്റോക്ക് എന്താണ് ഫിസിക്കലി വെരിഫൈ ചെയ്ത് കൗണ്ട് ചെയ്തത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വൗച്ചറാണ് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ഹാപ്പൺ ദാറ്റ് ദ ബുക്ക് സ്റ്റോക്ക് ആൻഡ് ദ ഫിസിക്കൽ സ്റ്റോക്ക് ഡു നോട്ട് മാച്ച്. It is not unusual that the company find a description between actual stock and computer stock figure. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ സ്റ്റോക്കും കമ്പ്യൂട്ടർ സ്റ്റോക്കും തമ്മിൽ എന്താണ് ഒരു മിസ്മാച്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് എന്ത് ഉപയോഗിക്കുന്നത്, ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഹൗ ക്യാൻ യു ആൾട്ടർ ആൻഡ് ഡിലീറ്റ് എ സ്റ്റോക്ക് ഐറ്റം? ഒരു സ്റ്റോക്ക് ഐറ്റം എങ്ങനെയാണ് ആൾട്ടർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക? അതിന്റെ പാത്താണ് ചോദിച്ചിട്ടുള്ളത്. ടു ആൾട്ടർ എ സ്റ്റോക്ക് ഐറ്റം ഇൻ ടാലി ERP9 യു ക്യാൻ ഡു ദി ഫോളോയിങ്. ടാലി ERP9 ഒരു സ്റ്റോക്ക് ഐറ്റം ആൾട്ടർ ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന സ്റ്റെപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, സെലക്ട് ഇൻവെന്ററി ഇൻഫോ, സെലക്ട് സ്റ്റോക്ക് ഐറ്റം, സെലക്ട് ആൾട്ടർ, സിംഗിൾ ഓർ മൾട്ടിപ്പിൾ എന്നുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട എടുക്കുക, എഡിറ്റ് സിംഗിൾ സ്റ്റോക്ക് ഐറ്റം. Select alter edit multiple stock item. Select the stock item or stock group to edit. Press Ctrl A to accept. To delete a stock item in Tally, you can go to Gateway of Tally, select alter type or select stock item and press enter. Select the stock item from the list of stock items. Press Alt D to delete the stock item. Then how can you enable Tally audit? Tally audit എങ്ങനെ enable ചെയ്യാം? Tally audit is inbuilt feature that allow auditor to track changes that affect transaction integrity. അപ്പോൾ ടാലി ഓഡിറ്റ് എന്ന് പറഞ്ഞ ടാലിയിലുള്ള ഒരു ഇൻബിൽഡ് ഫീച്ചർ ആണ്. അതെങ്ങനെ എനാബിൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, പ്രസ് Alt K, സെലക്ട് ആൾട്ടർ ഇൻ ദി കമ്പനി അൾട്രേഷൻ സ്ക്രീൻ, സെറ്റ് എനേബിൾ ടാലി ഓഡിറ്റ് ഫീച്ചർ ടു യെസ്, ക്ലിക്ക് ഓക്കെ. അപ്പോൾ അതിൽ കമ്പനി അൾട്രേഷൻ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എനേബിൾ ടാലി
ഓഡിറ്റ് ഫീച്ചർ എന്നുള്ളത് യെസ് കൊടുക്കുക. എന്നിട്ട് ക്ലിക്ക് ഓക്കെ കഴിഞ്ഞാൽ എന്താണ് ടാലി ഓഡിറ്റ് നമുക്ക് എനേബിൾ ആക്കാം. ഇനി വാട്ട് ഈസ് മെമ്മോറാണ്ടം വൗച്ചർ? മെമ്മോറാണ്ടം വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? In Tally, a memorandum voucher is non-accounting voucher that temporarily record transactions. ഒരു നോൺ അക്കൗണ്ടിങ് വൗച്ചറിനെയാണ് മെമ്മോറാണ്ടം വൗച്ചർ എന്ന് പറയുന്നത്. അത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നോൺ അക്കൗണ്ടിങ് വൗച്ചറാണ്. അത് ട്രാൻസാക്ഷൻസ് ടെമ്പററിലി എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്ന ഒന്നാണ്. എൻട്രീസ് മെയ്ഡ് യൂസിങ് മെമ്മോറാണ്ടം വൗച്ചർ ഡു നോട്ട് അഫക്റ്റ് അക്കൗണ്ട്. മെമ്മോറാണ്ടം വൗച്ചർ യൂസ് ചെയ്ത് നമ്മൾ ഒരു എൻട്രി മെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിൻ്റെ അക്കൗണ്ടിനെ ബാധിക്കുന്ന ഒന്നല്ല. കാരണം എന്താണ്, ഒരു ടെമ്പററി റെക്കോർഡാണ്. ആൻഡ് ടാലി ഡസ് നോട്ട് പോസ്റ്റ് ദം ടു ലെഡ്ജർ. അതുകൊണ്ട് തന്നെ അത് ലെഡ്ജറിലേക്ക് മെമ്മോറാണ്ടം വൗച്ചറിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് ലെഡ്ജറിൽ പോസ്റ്റ് ആവുകയില്ല. ഇൻസ്റ്റഡ് ഇറ്റ് സ്റ്റോർ ദം ഇൻ സെപ്പറേറ്റ് മെമ്മോറാണ്ടം രജിസ്റ്റർ. You can change memorandum voucher into regular voucher when you decide to add the entry to your books. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് കീപ്പ് ചെയ്യുന്ന ആ വൗച്ചർ ട്രാൻസാക്ഷൻ നമുക്ക് റെഗുലർ വൗച്ചറായിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് റെഗുലർ വൗച്ചറായിട്ട് നമ്മുടെ ഡിസിഷൻ അനുസരിച്ച് റെഗുലർ വൗച്ചറായിട്ട് അതിനെ മാറ്റുകയും ചെയ്യാം. അതുവരെ അത് നമ്മുടെ അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യാതെ ടാലിയിൽ മറ്റൊരു സ്ഥലത്ത് മെമ്മോറാണ്ടം രജിസ്റ്റർ എന്ന ഭാഗത്ത് അത് സ്റ്റോർ ആയിട്ട് കിടക്കും. ഇനി എക്സ്പ്ലെയിൻ സ്റ്റോക്ക് ജേണൽ. സ്റ്റോക്ക് ജേണൽ എന്നാൽ എന്താണ്? സ്റ്റോക്ക് ജേണൽ ഈസ് എ ഫീച്ചർ ഇൻ ടാലി ERP9 that allow user to record inventory transactions such as inter-unit transfer, manufacturing journal, and physical stock adjustment. In simple terms, it is a type of voucher entry that enable the user to update inventory details. സ്റ്റോക്ക് ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഇൻവെന്ററി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാലി ഫീച്ചറാണ് എന്ത്, ഈ സ്റ്റോക്ക് ജേണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാട്ട് ഈസ് ദ യൂസ് ഓഫ് റെസിപ്റ്റ് നോട്ട് ഇൻ ടാലി? റെസിപ്റ്റ് നോട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ ടാലി റെസിപ്റ്റ് നോട്ട് വൗച്ചർ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയും. ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് വെൻ ഗുഡ്സ് ആർ റിസീവ്ഡ് ഫ്രം എ സപ്ലയർ. ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ദാറ്റ് ഹെൽപ്പ് ബിസിനസ് മെയിൻറ്റെയിൻ ആക്യുറേറ്റ് സ്റ്റോക്ക് റെക്കോർഡ് ആൻഡ് അപ്ഡേറ്റ് അക്കൗണ്ട് ഇൻഫർമേഷൻ. വാട്ട് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ, റിവൈസിംഗ് ജേണൽ എന്നാൽ എന്താണെന്നുള്ളതാണ്. റിവൈസിംഗ് ജേണൽ. The revising journal feature in Tally allow users to automatically reverse a journal entry into next accounting period, simplifying the process of correcting entries made in the previous period. അപ്പോൾ റിവേഴ്സിംഗ് ജേണൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കറക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് പ്രീവിയസ് പീരീഡിലെ ആ എൻട്രിയെ കറക്റ്റ് ചെയ്യുന്നത് എന്താണ്, സിംപ്ലിഫൈ ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കറക്ഷൻസ് ഒക്കെ വരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത് റിവേഴ്സിംഗ് ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എനേബിളിംഗ് ടാലി ഓഡിറ്റ് ഫീച്ചർ. ടാലി ഓഡിറ്റ് ഫീച്ചർ എങ്ങനെ എനേബിൾ ചെയ്യുക നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ടു എനേബിൾ ടാലി ഓഡിറ്റ് ഫീച്ചർ ഗോ ടു ഗെറ്റ് ഫോർ ടാലി F11 ഫീച്ചറിൽ പോവുക. F11 അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സ് ആൻഡ് എനേബിൾ ദി റിക്വയർഡ് ഓഡിറ്റ് ഫീച്ചർ ലൈക്ക് സെക്യൂരിറ്റി കൺട്രോൾ, ഡാറ്റ ഓഡിറ്റ് ആൻഡ് മോർ. ദെൻ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡെബിറ്റ് നോട്ട് ഈസ് എ ഡോക്യുമെന്റ് യൂസ്ഡ് ബൈ എ ബയർ ടു ഇൻഫോം ദി സെല്ലർ അബൌട്ട് ഗുഡ്സ് റിട്ടേൺഡ് ഓർ ആൻ ഓവർ ചാർജ്, റിക്വസ്റ്റിംഗ് എ ക്രെഡിറ്റ് നോട്ട് ഓർ റീഫണ്ട് ഫോർ എക്സസ് എമൗണ്ട് പെയ്ഡ്. ഇപ്പോൾ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയ്യർ എന്താണ് സെല്ലർക്ക് എന്താണ് ഇൻഫോം ചെയ്യാണ്, ഗുഡ്സ് റിട്ടേൺ ബയ്യർ സെല്ലർക്ക് എന്താണ് ഗുഡ്സ് റിട്ടേൺ ചെയ്ത കാര്യം ഇൻഫോം ചെയ്തുകൊണ്ട് നൽകുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓവർ ചാർജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താണ് അവരുടെ പണം എക്സസ് എമൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തതിന്റെ പണം തിരിച്ചു തരാൻ വേണ്ടി ബയ്യർ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകുന്ന ഒരു ഡോക്യുമെന്റ് നമുക്ക് ചുരുക്കി പറയാം ഡെബിറ്റ് നോട്ട്. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? Input tax credit is the credit that a business can claim for tax it pay on purchase of goods or service, which can be set off against the output tax liability. Input tax credit എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ടാക്സ് ആണ്. അത് നമുക്ക് സാധനം വിൽക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ത് ചെയ്യാം, അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി എനേബിളിംഗ് ബഡ്ജറ്റ് ഇൻ ടാലി. ടാലിയിലെ ബഡ്ജറ്റ് എങ്ങനെയാണ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ടു എനേബിൾ ബഡ്ജറ്റ് ഇൻ ടാലി ഗോ ടു ഗേറ്റ്വേ ഓഫ് ടാലി F11 ഫീച്ചർ F1 അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സ് ആൻഡ് എനേബിൾ ദി ബഡ്ജറ്റ് ഫീച്ചർ. ദെൻ ക്രിയേറ്റ് ബഡ്ജറ്റ് ഫോർ ഡിഫറെന്റ് ലെഡ്ജർ ഓർ ഗ്രൂപ്പ് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ എക്സ്പെൻസ് എഫക്റ്റീവ്ലി. ഇനി ഒരു സ്റ്റോക്ക് ഐറ്റം ആൾട്ടർ ആൻഡ് ഡിലീറ്റ് ചെയ്യാനുള്ള പാത്താണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, അതിനകത്ത് വീണ്ടും ചോദിച്ചു. In Tally ERP9, you can alter, delete stock item by navigating Gateway of Tally, inventory info, stock item, select the item
alter or delete. To alter, press Alt E and make changes. To delete, press Alt D in alter mode. Confirm the deletion. ഇനി IGST എന്താണെന്ന് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ട്രയൽ ബാലൻസ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കാം. To display the trial balance in Tally, go to Gateway of Tally, Display, Trial Balance to view summary of all ledger balance. എന്താണ് hotkey? A hotkey in Tally refers to keyboard shortcut that provide quick access to various function and feature within the software, enhancing user efficiency and productivity. ഒരു കീബോർഡ് ഷോർട്ട് കട്ട് കീസിനെയാണ് നമ്മൾ ടാലിയിൽ ഹോട്ട് കീ എന്ന് പറയുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട് ടാലിയിലെ ഓരോ ഫംഗ്ഷൻസും ഫീച്ചേഴ്സും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹോട്ട് കീസ്. ഇനി എനേബിളിംഗ് GST ഇൻ ടാലി. ടാലിയിൽ GST എങ്ങനെ എനേബിൾ ചെയ്യുക? To enable GST in Tally ERP9, go to Gateway of Tally, F11 feature statutory and taxation, set GST to yes, and configuration GST details like GST and tax rate, etc. Then restore in Tally. Restore in Tally refers to the process of recovering data from backup file. Backup file നിന്ന് data recover ചെയ്യുന്ന ഒന്നിനെയാണ് restore എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. To restore data, go to Gateway of Tally, F3 company info. Restore, select the backup file and follow the on-screen instructions. 20. Exception report in Tally. Exception report എന്താ ടാലിയിൽ? Exception report in Tally include report like negative stock, negative ledger, memorandum voucher, and more, which help identify and rectify discrepancies or irregularities in the accounting data. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടാലിയിൽ എങ്ങനെ എടുക്കുക? Profit and loss account. The profit and loss account, also known as the income statement, shows a company's revenue and expense over a specific period, resulting in either a profit or loss. In Tally, it is displayed by going to Gateway of Tally, profit and loss account to view the financial performance of the business. Then stock item via stock group. Stock item, stock group തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? A stock item represents a specific product or item, while stock group is a collection of similar stock item categorized for better organization and reporting in Tally. സ്റ്റോക്ക് ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഐറ്റത്തിനെയാണ് സ്റ്റോക്ക് ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരേ നേച്ചറുള്ള ഒരേ സ്വഭാവമുള്ള ഈ ഗുഡ്സ് ഐറ്റത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കളക്ഷനെയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? Account group. An account group in Tally is a classification of ledger account based on similar characteristics or functions, helping in organizing and managing financial data efficiently. Account group എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാലിയിൽ എന്താണ്? ഈ ക്ലാസ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഫംഗ്ഷനുള്ള ലെഡ്ജർ അക്കൗണ്ട് എന്താണ് ഒരു ക്ലാസിഫിക്കേഷനെ വിളിക്കുന്നവരാണ് അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്ട് എയിൽ ചോദിച്ച് കാണാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെക്കുക. ഈ അവസാന നിമിഷത്തെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഈ ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ.